നമസ്കാരം. വാർത്തകൾ ഇതുവരെ. മണിപ്പൂരിൽ അസം CPM ജില്ലാ സെക്രട്ടറി വി ജോയ് MLA പറഞ്ഞു. ഇതേസമയം കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ് ഈ കൈക്കൂലി വാങ്ങലെന്ന് BJP ആരോപിച്ചു. സർവകലാശാല നിയമയുദ്ധത്തിനായി സർക്കാരിനോട് എതിരിടാനുള്ള കേസുകൾ നടത്തുന്നതിന് സാങ്കേതിക സർവകലാശാലയോടും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയോടും രാജ്ഭവൻ പണം ചോദിച്ച് കത്തയച്ചു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ ലംഘനം നടത്തുന്നവരെ കുറിച്ച് നിയമസഭയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അവകാശ ലംഘന നോട്ടീസ് നൽകി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്റെ ഫോട്ടോ മോശമായി പ്രചരിപ്പിച്ചതിനെതിരെ CPM അനുഭാവി KJ ഷൈൻ ടീച്ചർ പോലീസിൽ പരാതി നൽകി. മുനമ്പം DYSP S ജയകൃഷ്ണന്റെ ടീമാവും ഷൈനിന്റെ പരാതി അന്വേഷിക്കുക. GST ഒഴിവാക്കിയതോടെ പാക്കറ്റിലുള്ള പെറോട്ടയുടെയും ചപ്പാത്തിയുടെയും 18% നികുതി ഇല്ലാതാവും. ഇത് ഹോട്ടലുകളിലെ പാക്കറ്റിലല്ലാത്തതിന് ബാധകമാവുകയില്ല. iPhone 17 ഇന്ത്യൻ വിപണിയിലെത്തി. മുംബൈ ഷോറൂമുകളിൽ പുലർച്ചെ മുതൽ ഫോൺ സ്വന്തമാക്കാനുള്ള നീണ്ട നിരയാണ് ദൃശ്യമായത്. തുല്യമായി പോറ്റാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം മതവിശ്വാസിക്ക് ഒന്നിലേറെ വിവാഹത്തിന് അർഹതയുള്ളൂവെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഒന്നിലേറെ വിവാഹം പാടില്ല എന്ന സന്ദേശമാണ് ഖുർആൻ നൽകുന്നതെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ 3-ാം മത്സരവും ജയിച്ച ഇന്ത്യ സൂപ്പർ 4-ന് തയ്യാറെടുക്കുന്നു. ഇന്നലെ ഒമാനെ 21 റൺസിന് തോൽപ്പിച്ചതോടെ ഇന്ത്യ ഗ്രൂപ്പ് ജേതാക്കളായി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.